ഇന്നത്തെ നമ്മുടെ ഒരു വെറൈറ്റി ആയിട്ടുള്ള ഒരു ഇഫ്താർ സ്നാക്കാണ്. ശരിക്കും കഴിക്കാൻ നല്ല അടിപൊളിയായിട്ടുള്ള ടേസ്റ്റാണ്. പിന്നെ ഇത് ഉണ്ടാക്കിയെടുക്കാൻ വളരെ സിമ്പിളായിട്ട് നമുക്ക് തയ്യാറാക്കിയെടുക്കാവുന്നതാണ്. വീട്ടിൽ എന്തെങ്കിലും വിരുന്നൊക്കെ ഉണ്ടെങ്കിൽ പോലും സെർവ് ചെയ്യാൻ വേണ്ടിയിട്ട് ഒരു സ്പെഷ്യൽ സ്നാക്കാണെന്ന് തന്നെ പറയാം. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക. ഇത് നിങ്ങൾ സെർവ് ചെയ്യുന്ന സമയത്ത് കുറച്ച് ടൊമാറ്റോ സോസിൻ്റെ കൂടെ വേണം സെർവ് ചെയ്യാൻ വേണ്ടിയിട്ട്. അപ്പോൾ എല്ലാവരും ഉണ്ടാക്കി നോക്കി ഫീഡ്ബാക്ക് അറിയിക്കാൻ മറക്കരുത്. ഇന്നത്തെ റെസിപ്പി ഇഷ്ടപ്പെടുവാണെങ്കിൽ ലൈക്ക് ചെയ്യാനും ചാനൽ ആരെങ്കിലും പുതിയതായിട്ട് കാണുവാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കല്ലേ. അപ്പോൾ എങ്ങനെയാണ് ഉണ്ടാക്കിയെടുക്കുന്നതെന്നുള്ളത് നോക്കാം. ഇതിന് വേണ്ടി ഞാനിവിടെ അത്യാവശ്യം ഒരു മീഡിയം സൈസായിട്ടുള്ള 2 പീസ് ചിക്കൻ, എല്ലില്ലാത്ത ചിക്കൻ ചെറിയ കഷ്ണങ്ങളായിട്ട് മുറിച്ചെടുത്തിട്ടുള്ളതാണ്. ചെറിയൊരു 2 പീസ് മാത്രമേ എടുത്തിട്ടുള്ളൂ കേട്ടോ. ഇനി ഇതിലോട്ടേക്ക് നമുക്ക് പൊടികൾ ചേർത്ത് കൊടുക്കാം. ഒരു 1/4 ടീസ്പൂണോളം മഞ്ഞൾപ്പൊടി, അതുപോലെ തന്നെ എരിവിനനുസരിച്ച് മുളക് പൊടി ഇട്ട് കൊടുക്കാം. ഞാനിവിടെ ഒരു 2 ടീസ്പൂണോളം മുളക് പൊടി ഉപയോഗിക്കുന്നുണ്ട്. നിങ്ങൾ എത്രയാണോ ചിക്കൻ എടുക്കുന്നത് അതിനനുസരിച്ച് മുളക് പൊടി ഇട്ട് കൊടുത്താൽ മതിയാകും കേട്ടോ. 1/2 ടീസ്പൂൺ അളവിൽ ഗരം മസാല പൗഡർ, ഇഞ്ചിയും വെളുത്തുള്ളിയും കൂടി ചതച്ച് വെച്ചിട്ടുള്ളത് 2 ടീസ്പൂൺ, 1/2 ടീസ്പൂൺ അളവിൽ കുരുമുളക് പൊടി, 1 ടേബിൾ സ്പൂൺ അളവ് മുഴുവനായിട്ട് തൈരാണ്, അധികം പുളിയില്ലാത്ത 1 ടേബിൾ സ്പൂൺ തൈര്, ആവശ്യത്തിനുള്ള ഉപ്പിട്ട് കൊടുക്കാം. ഇത്രയും ചേർത്ത് കഴിഞ്ഞാൽ കൈ കൊണ്ട് നല്ലതുപോലെ മിക്സ് ചെയ്ത് യോജിപ്പിച്ചെടുക്കണം. നിങ്ങൾക്ക് നല്ല കളർഫുള്ളായിട്ട് വേണമെന്നുണ്ടെങ്കിൽ പിരിയമുളകിൻ്റെ പൊടി അതല്ലെങ്കിൽ ഫുഡ് കളർ വേണമെങ്കിൽ ഉപയോഗിക്കാം. നമ്മളിന്ന് അതൊന്നും യൂസ് ചെയ്യുന്നില്ല, സ്കിപ്പ് ചെയ്തിട്ടാണുള്ളത്. അപ്പോൾ നിങ്ങൾക്ക് വേണമെങ്കിൽ ഇത്തിരി ഫുഡ് കളർ വേണമെങ്കിൽ ഉപയോഗിക്കാവുന്നതാണ് കേട്ടോ. അപ്പോൾ നന്നായിട്ട് മിക്സ് ചെയ്തിട്ട് യോജിപ്പിച്ചെടുക്കുക. ഉപ്പും ആ ഒരു ടേസ്റ്റൊക്കെ എരിവൊക്കെ നിങ്ങൾ നോക്കി അഡ്ജസ്റ്റ് ചെയ്തതിന് ശേഷം കുറഞ്ഞത് അരമണിക്കൂറെങ്കിലും റെസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് വെക്കണം. എന്നാൽ മാത്രമേ നല്ല കറക്റ്റായിട്ട് നമുക്ക് തയ്യാറാക്കിയെടുക്കാൻ കഴിയുള്ളൂ. ഇനി ഇതിലെ പ്രധാന ചേരുവ എന്ന് പറയുന്നത് ഉരുളക്കിഴങ്ങാണ്. ഉരുളക്കിഴങ്ങിൻ്റെ തൊലിയൊക്കെ കളഞ്ഞതിന് ശേഷം കത്തി കൊണ്ട് തന്നെ കനം കുറഞ്ഞിട്ട് ഇതുപോലൊന്ന് അരിഞ്ഞെടുക്കണം. കനം കൂടിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്കിങ്ങനെ മടക്കിയെടുക്കാൻ വേണ്ടിയിട്ട് കഴിയില്ല. അതുകൊണ്ട് തന്നെ അത്യാവശ്യം കനം കുറഞ്ഞ് ഇതുപോലെ മുറിച്ചെടുക്കുക. മുറിച്ചെടുത്ത പീസ് ഇതുപോലെ വെള്ളത്തിനകത്തങ്ങ് ഇട്ട് വെച്ചാൽ മതി. എന്നിട്ട് നമ്മൾ ചിക്കൻ ഒരു അരമണിക്കൂറാണല്ലോ റെസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് വെക്കുന്നത്. ആ അരമണിക്കൂർ കഴിഞ്ഞതിന് ശേഷം ഇത് ജസ്റ്റ് ഒന്ന് കഴുകിയെടുത്തിട്ട് നമ്മൾ ആ ഒരു സമയത്ത് സ്നാക്കിന് വേണ്ടിയിട്ട് ഉപയോഗിക്കുകയാണെങ്കിൽ ഇത് നല്ല ക്രിസ്പി ആയിട്ട് നല്ല രീതിയിൽ തന്നെ നമുക്ക് തയ്യാറായി കിട്ടും കേട്ടോ. ഒട്ടും എണ്ണയൊന്നും കുടിക്കില്ല ഉരുളക്കിഴങ്ങിൽ. ഇനി നമ്മൾ ഒരു അരമണിക്കൂർ കഴിഞ്ഞതിന് ശേഷമുള്ളതാണ് ഞാനിപ്പോൾ ഒരു ബൗളിനകത്തോട്ട് 1 ടേബിൾ സ്പൂൺ അളവിൽ കോൺഫ്ലോർ, ഒരു 1/4 ടീസ്പൂൺ അളവിൽ കുരുമുളക് പൊടി, ആവശ്യത്തിനുള്ള ഉപ്പ്, കുറച്ച് വെള്ളം കൂടി ഒഴിച്ചു കൊടുത്തതിന് ശേഷം ചെറിയൊരു ബാറ്റർ ഒന്ന് തയ്യാറാക്കി എടുക്കുകയാണ്. അപ്പോൾ ഇത് ഒത്തിരി കട്ടി കൂടിയ ഒരു ബാറ്റർ അല്ല നമുക്ക് ആവശ്യമായിട്ടുള്ളത്. കനം കുറഞ്ഞിട്ട് കുറച്ചൊരു ഉപ്പ് രസവും അതുപോലെ കുരുമുളക് പൊടീൻ്റെ ഒരു ടേസ്റ്റൊക്കെയുള്ള വളരെ കനം കുറഞ്ഞിട്ടുള്ള ഒരു ബാറ്ററായിട്ടാണ് നമ്മൾ തയ്യാറാക്കിയെടുക്കുന്നത്. ഇതിപ്പോൾ ഞാൻ മിക്സ് ചെയ്തിട്ട് കാണിക്കുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാകുന്നുണ്ടാകും. നല്ല കനം കുറഞ്ഞിട്ട് തന്നെയാണ് നമ്മൾ തയ്യാറാക്കി എടുത്തിട്ടുള്ളത്. അപ്പോൾ നമ്മുടെ ഈ ഒരു ബാറ്റർ ഇവിടെ റെഡി ആയിട്ടുണ്ട്. അരമണിക്കൂർ കഴിഞ്ഞിട്ടുണ്ട്. ഇനി ഒരു സ്നാക്ക് എങ്ങനെയാണ് റെഡിയാക്കി എടുക്കുന്നതെന്നുള്ളത് നോക്കാം. അപ്പോൾ ഓരോ ഉരുളക്കിഴങ്ങും ഞാൻ ആ വെള്ളത്തിലിട്ട് വെച്ച് നന്നായി കഴുകിയെടുത്തതിന് ശേഷം ഇതുപോലെ ജസ്റ്റ് ഈ ബാറ്ററിനകത്തോടൊന്ന് മുക്കി കൊടുക്കുക. അപ്പോൾ അങ്ങനെയാകുമ്പോൾ ഒരു ചെറിയൊരു ഉപ്പ് രസവും ആ കുരുമുളകിൻ്റെ ടേസ്റ്റൊക്കെ കൂടി നല്ല അടിപൊളിയായിട്ടിത് നന്നായി മൊരിഞ്ഞ് നല്ല പാകത്തിന് നമുക്ക് റെഡിയായി കിട്ടും. ഇനി നമ്മൾ തയ്യാറാക്കി വെച്ചിരിക്കുന്ന ചിക്കനിൽ നിന്നും ഒരു പീസ് ചിക്കൻ ഇതുപോലെ എടുക്കുക. എന്നിട്ട് നന്നായിട്ട് മടക്കുക. നമ്മൾ കനം കുറഞ്ഞ് മുറിച്ചത് കൊണ്ട് നമുക്കിതുപോലെ ഈസി ആയിട്ട് മടക്കിയെടുക്കാൻ വേണ്ടിയിട്ട് കഴിയും. എന്നിട്ടൊരു സ്റ്റിക്ക് വെച്ചിട്ട് ഇതുപോലെ ഒരു ഉരുളക്കിഴങ്ങിൻ്റെ സൈഡിൽ നിന്ന് ഇതുപോലെ ചിക്കൻ്റെ ഉള്ളിലേക്ക് കൂടി നമ്മളിതുപോലെ കണ്ടോ നന്നായിട്ട് ഫിക്സ് ചെയ്ത് വെക്കുന്ന രീതിയിൽ ഒരു സ്റ്റിക്ക് വെച്ചിട്ടൊന്ന് കുത്തി കൊടുക്കണം. അപ്പോൾ ഈ ഒരു രീതിയിലാണ് നമ്മളിത് സെറ്റ് ചെയ്തെടുക്കുന്നത്. അപ്പോൾ ഇതുപോലെ ബാക്കിയുള്ളത് മുഴുവനായിട്ടൊന്ന് റെഡിയാക്കിയെടുക്കാം. അപ്പോൾ ഇത്രയും പീസസാണ് നമുക്ക് റെഡിയായി കിട്ടിയിട്ടുള്ളത്. ഇനി നമ്മളിത് ഫ്രൈ ചെയ്തെടുക്കുകയാണ് വേണ്ടത്. അപ്പോൾ ഞാനിവിടെ സൺഫ്ലവർ ഓയിലാണ് ഉപയോഗിച്ചിട്ടുള്ളത്. എണ്ണ നന്നായിട്ട് ചൂടായി വന്നതിന് ശേഷം മീഡിയം ഫ്ലെയിമിലോട്ടേക്ക് മാറ്റിയിട്ട് വേണം നമ്മൾ റെഡിയാക്കിയെടുക്കാൻ. എന്നാൽ മാത്രമേ ചിക്കനൊക്കെ നല്ലതുപോലെ കുക്കായി കിട്ടും. നമ്മൾ എണ്ണയിലോട്ട് ഇട്ട പാടെ തന്നെ ഇളക്കി കൊടുക്കേണ്ട. കുറച്ച് ഇതുപോലെ കളർ മാറി വന്നതിന് ശേഷം മാത്രം തവി വെച്ച് ഇളക്കി കൊടുക്കുക. കുറച്ച് കഴിയുമ്പോൾ തന്നെ നിങ്ങൾക്ക് മനസ്സിലാകും നമ്മുടെ ഈ പുറമേയുള്ള ഉരുളക്കിഴങ്ങിൻ്റെത് നല്ല ചിപ്സ് പോലെ നല്ല മൊരിഞ്ഞ് നല്ല ക്രിസ്പി ആയിട്ട് വന്നിട്ടുണ്ടാകും. അതുപോലെ ചിക്കനും കളറൊക്കെ മാറി നല്ലതുപോലെ കുക്കായി കിട്ടും. വളരെ പെട്ടെന്ന് തന്നെ നമുക്ക് റെഡിയായി കിട്ടും കേട്ടോ. അപ്പോൾ പുറമേ നല്ല ശരിക്കും ആ ഒരു പൊട്ടറ്റോ ചിപ്സിൻ്റെ ആ ഒരു ഫ്ലേവറും അതുപോലെ ഉള്ളിൽ ആ നല്ല ചിക്കൻ്റെ ആ ഒരു ടേസ്റ്റൊക്കെ കൂടിയിട്ട് പുറമേ നമ്മളിങ്ങനെ തൊട്ട് നോക്കുമ്പോൾ തന്നെ ആ ചിപ്സ് നല്ല ക്രിസ്പി ആയിട്ടായിരിക്കും ഉണ്ടാവുക. അപ്പോൾ ആ ഒരു സോസിൽ കൂടി അത് ഡിപ്പ് ചെയ്ത് കഴിക്കുമ്പോൾ ടേസ്റ്റിനെ കുറിച്ചിട്ട് ഞാൻ പ്രത്യേകിച്ചൊന്നും പറയുന്നില്ല. ഒരു തവണ നിങ്ങൾ തീർച്ചയായിട്ടും ട്രൈ ചെയ്ത് നോക്ക്. നെക്സ്റ്റ് ടൈം നമുക്കൊരു ഫംഗ്ഷനൊക്കെ വരുമ്പോൾ ഉണ്ടാക്കി കൊടുക്കണമെന്ന് തോന്നുന്ന അടിപൊളിയായിട്ടുള്ള സ്നാക്കാണെന്ന് തന്നെ പറയാം. എല്ലാവരും ട്രൈ ചെയ്ത് നോക്കി ഫീഡ്ബാക്ക് അറിയിക്കാൻ മറക്കരുത്. നെക്സ്റ്റ് വീഡിയോയിൽ വീണ്ടും കാണാം. അതുവരെ ടേക്ക് കെയർ. ബൈ ബൈ.